ഹലോ ഡിയേഴ്സ്, ഫാബ്സോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും മാത്സിലെ വരകളുടെ ഗെയിം തുടങ്ങുകയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ പുതിയ ചാപ്റ്റർ സാധാരണ കണക്കുകൂട്ടലുകളിൽ നിന്നും വ്യത്യസ്തമായി അല്പം വരയ്ക്കാനും ചിന്തിക്കാനുമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സൊക്കെ റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? യെസ്, തൊടുവരകൾ അഥവാ ടാൻജൻസ്. ടാൻജൻ്റ് എന്ന വേർഡ് നിങ്ങൾ മുൻപും കേട്ടിട്ടുണ്ടാകുമല്ലോ. യെസ്, ട്രിഗണോമെട്രി അതായത് ത്രികോണമിതി എന്ന ഭാഗത്ത് പഠിച്ച ടാനിൻ്റെ പൂർണ്ണരൂപം ടാൻജൻ്റ് എന്നായിരുന്നു. ഇനി ആ ടാൻജൻ്റ് തന്നെയാണോ ഇതും? നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഈ ചാപ്റ്റർ വൃത്തവും വരകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൃത്തത്തിലെ ഏതെല്ലാം ലൈൻസിനെ പറ്റി നിങ്ങൾക്കറിയാം? യെസ്, വൃത്തം അഥവാ സർക്കിളിന് സെൻറ്ററിൽ നിന്നും തുടങ്ങുന്ന റേഡിയസ് അഥവാ ആരമുണ്ട് അല്ലേ? റേഡിയസ് നീട്ടി വരച്ചാലോ? യെസ്, വ്യാസം അഥവാ ഡയമീറ്റർ. വൃത്തത്തിലെ ഏതു രണ്ട് പോയിൻറ്സും തമ്മിൽ യോജിപ്പിച്ച് ഞാണുകൾ അഥവാ കോഡ്സ് വരയ്ക്കാമെന്നും നമുക്കറിയാം. ശരി, ഈ ചിത്രം നോക്കൂ. ഈ സർക്കിളിലെ എ എന്ന പോയിന്റിൽ കൂടിയുള്ള ഡയമീറ്റർ അഥവാ വ്യാസമാണ് എ ബി. എ ബിയുടെ രണ്ടറ്റങ്ങളും അല്പം നീട്ടിയാണ് വരച്ചിരിക്കുന്നത്. ഒരു സർക്കിളിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും നീളം കൂടിയ ഞാൺ അഥവാ കോഡ് വ്യാസമാണെന്ന് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി നോക്കൂ, എയിലൂടെ തന്നെ മറ്റൊരു ഞാൺ എക്സിലേക്ക് നീട്ടി വരച്ചിരിക്കുന്നു. ദെൻ എ നമുക്ക് ഫിക്സ് ആക്കി വെക്കാം. എക്സ് എന്ന പോയിന്റിനെ സർക്കിളിലൂടെ എയോട് അല്പം അടുപ്പിച്ച് നോക്കാം. ചിത്രം മാറിയത് കണ്ടോ? ഈ പ്രവർത്തനം തുടർന്നു നോക്കാം. നോക്കൂ, ഇപ്പോൾ എയും എക്സും ഒരേ പോയിന്റ് തന്നെയായില്ലേ? ഞാണോ? യെസ്, ഈ ലൈൻ എ എന്ന പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ടല്ലേ പോകുന്നത്. ഈ വരയെയാണ് ടാൻജൻറ്റ് അഥവാ തൊടുവര എന്ന് പറയുന്നത്. അതായത് വൃത്തത്തിലെ എ എന്ന പോയിന്റിലെ തൊടുവര അഥവാ ടാൻജൻറ്റ്. ഇനി നമുക്ക് എ എന്ന പോയിന്റിലൂടെയുള്ള തൊടുവരയും വ്യാസം അഥവാ ഡയമീറ്ററും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാം. അതിനായി ആദ്യം ഈ ചിത്രം നോക്കൂ. സർക്കിളിൽ സെൻറ്റർ ഒ, ഡയമീറ്റർ എ ബി, ഞാൺ അഥവാ കോഡ് എ എക്സ് എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എ എക്സ് എന്ന ഞാണിൻ്റെ കേന്ദ്രകോൺ അതായത് സെൻട്രൽ ആംഗിൾ എന്നത് എക്സ് ഡിഗ്രിയുമാണ്. ദെൻ നേരത്തെ ചെയ്തതുപോലെ എക്സ് എന്ന പോയിന്റിനെ എയോട് അടുപ്പിച്ച് നോക്കാം. നോക്കൂ, എക്സ് എയോട് അടുക്കും തോറും എ എക്സ് എന്ന ഞാൺ അഥവാ കോഡിൻ്റെ ലെങ്ത് കുറയുകയും ഒപ്പം സെൻട്രൽ ആംഗിൾ ചെറുതാകുകയും ചെയ്യുന്നില്ലേ? ദാറ്റ് ഈസ് കേന്ദ്രകോൺ എക്സ് എന്നത് 0 അടുക്കുകയാണ്. ചിത്രത്തിലെ എ ബി എന്ന ഡയമീറ്ററും എ എക്സ് എന്ന കോഡും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? ട്രയാങ്കിൾ എ ഒ എക്സ് സൂക്ഷിച്ചു നോക്കൂ. ഇതൊരു ഐസോസിലസ് അതായത് സമപാർശ്വ ത്രികോണമല്ലേ? ഒ എ, ഒ എക്സ് എന്നിവ സർക്കിളിൻ്റെ ആരങ്ങൾ അഥവാ റേഡിയസ് ആയതിനാൽ തുല്യമാണ്. എങ്കിൽ ആംഗിൾ ബി എ എക്സ്, ഒ എക്സ് എ എന്നിവ ഈക്വൽ ആവണമല്ലോ. അവ എത്ര വീതം വരും? യെസ്, ട്രയാങ്കിളിലെ ആകെ കോണുകളുടെ തുക 180 ഡിഗ്രി ആയതിനാൽ 180 ഡിഗ്രിയിൽ നിന്നും എക്സ് ഡിഗ്രി കുറച്ചു കിട്ടുന്നതിൻ്റെ പകുതിയായിരിക്കും ഓരോ കോണും. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 180 മൈനസ് എക്സ് ഡിഗ്രി. ദാറ്റ്സ് ഈക്വൽ ടു 90 മൈനസ് 1/2 ഇൻറ്റു എക്സ് ഡിഗ്രി എന്ന് കിട്ടും. ഇപ്പോൾ ആംഗിൾ ഒ എ എക്സ് കിട്ടിയല്ലോ. ഇനി പോയിൻ്റ് എക്സ് പോയിൻ്റ് എയോട് അടുക്കും തോറും
ഈ ആംഗിളിന് എന്തു സംഭവിക്കും? 90 മൈനസ് ഹാഫ് എക്സ് എന്നതിൽ എക്സിൻ്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് ഈ ആംഗിൾ 90 ഡിഗ്രിയോട് അടുത്ത് വരില്ലേ? എക്സ് എയോടടുത്ത് ഇങ്ങനെ ഒരു ടാൻജൻറ്റ് അഥവാ തൊടുവരയായി മാറുമ്പോൾ ആംഗിൾ എത്രയാകും? യെസ്, 90 ഡിഗ്രി ആകും. അപ്പോൾ പൊതുവായി പറഞ്ഞാൽ വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര ആ ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ലംബമാണ്. ദാറ്റ് ഈസ് ദ ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ്. ഈ പോയിന്റ് ഓർമ്മയിലിരിക്കട്ടെ. ഇനി ഈ ചിത്രം ഒന്ന് നോക്കൂ. ഒരു സർക്കിൾ അഥവാ വൃത്തം, റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് വ്യക്തമാണ്. ഒരു തൊടുവര അഥവാ ടാൻജൻറ്റും കാണാം. ഇവ ചേർന്നുണ്ടാകുന്ന ത്രികോണത്തിലെ ഒരു ആംഗിൾ 25 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. ഈ ചിത്രം എങ്ങനെയാണ് നാം ഒന്ന് വരയ്ക്കുക? ആദ്യം 2 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കാം. സെൻറ്ററിൽ നിന്നും ഇങ്ങനെ ഒരു ലൈനും വരച്ചേക്കാം. ഇനി ഈ ലൈനുമായി 25 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന ലൈനാണ് വേണ്ടത്. പക്ഷേ ആ ലൈൻ ടാൻജൻറ്റ് അഥവാ തൊടുവരയിലാകണ്ടേ? അപ്പോൾ സർക്കിളിലെ ഏത് പോയിന്റിൽ കൂടി ടാൻജൻറ്റ് വരച്ചാലാണ് ആ ലൈൻ 25 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുക? വൃത്തത്തിലെ ആ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ചിത്രത്തിലെ താഴത്തെ ലൈനുമായി ഉണ്ടാക്കുന്ന ഈ കോൺ അറിഞ്ഞാൽ പോരെ? അതിനെന്തെങ്കിലും വഴിയുണ്ടോ? നമുക്ക് വരയ്ക്കേണ്ട ചിത്രം ഒന്നുകൂടി നോക്കൂ. ഈ ത്രികോണത്തിലെ മുകളിലെ ആംഗിൾ എത്രയാണ്? യെസ്, 90 ഡിഗ്രി. എന്തുകൊണ്ട്? ഇത് ഒരു ടാൻജൻറ്റും ആ പോയിന്റിലൂടെയുള്ള റേഡിയസും ചേർന്നുണ്ടാകുന്ന ആംഗിളാണ്. ഇപ്പോൾ ത്രികോണത്തിലെ 2 ആംഗിൾസും കിട്ടിയല്ലോ. എങ്കിൽ മൂന്നാമത്തെ കോണോ? 180 മൈനസ് 90 പ്ലസ് 25 ഡിഗ്രി ദാറ്റ്സ് ഈക്വൽ ടു 65 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ചിത്രം പൂർത്തിയാക്കാം. വൃത്തകേന്ദ്രത്തിൽ പ്രൊട്രാക്ടർ വെച്ച് 65 ഡിഗ്രി അടയാളപ്പെടുത്തി റേഡിയസ് വരയ്ക്കാം. ഇപ്പോൾ ടാൻജൻറ്റ് അഥവാ തൊടുവര വരയ്ക്കേണ്ട പോയിന്റും കിട്ടിയല്ലോ. ഈ പോയിന്റിൽ നിന്നും താഴെയുള്ള ലൈനിലേക്ക് 90 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കാം. കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. എന്താണ് ടാൻജൻറ്റ് അഥവാ തൊടുവര എന്നത് വ്യക്തമായല്ലോ. തുടർന്നുള്ള ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Question 1. In each of 2 pictures below, a triangle is formed by a tangent to a circle, the radius through the point of contact, and a line through the center. Draw these in your notebook. Answer. Draw a circle with radius 2.5 cm and center as O. Mark a point P at a distance 5 cm from O. Taking OP as the diameter, draw a circle. Mark A at the point where the 2 circles intersect each other. Join PA. Radius of the circle equal to root of 4 square minus 2 square equal to root of 16 minus 4 equal to root 12 equal to 2 root 3 centimeter equal to 2 into 1.73 equal to 3.46 centimeter, approximately 3.5 centimeter. Draw a circle with radius 3.5 centimeter. OA is the radius. Draw AP equal to 2 centimeter perpendicular to OA. Join O and P such that PA is the tangent.
Question 2. In the picture, all sides of a rhombus are tangents to a circle. Draw this picture in your notebook. Answer. Draw a circle of radius 2 cm and center O. Sides of a rhombus are the tangents of the circle. Let the angle between the tangents be 40 degrees. Then the center angle of arc between them equal to 180 minus 40 equal to 140 degree. Draw a rhombus by given measures. Question 3. Prove that the tangents drawn to a circle at the two ends of a diameter are parallel. Answer. A tangent through P is perpendicular to PQ, PQ perpendicular to RP. A tangent through Q is perpendicular to PQ, PQ perpendicular to SQ. Therefore, angle SQP equal to angle RPQ equal to 90 degree. But they are co-interior angles. RP parallel to SQ. This means that RP is parallel to SQ. Hence proved. Question 4. What sort of a quadrilateral is formed by the tangents at the ends of two perpendicular diameters of a circle? Answer. Let center of the circle be O. Draw two mutually perpendicular diameters PQ and SR. Tangents drawn from a point outside the circle have equal lengths. AP equal to AS, PD equal to DR, CQ equal to CR, QB equal to BS. AD plus BC equal to AP plus PD plus BQ plus CQ equal to AS plus DR plus SB plus CR equal to AS plus SB plus DR plus CR equal to AB plus CD. Opposite sides are equal. Hence, ABCD is a square. Question 5. If the perimeter of equilateral triangle ABC is 10 cm, calculate the area of equilateral triangle PQR. Answer. Perimeter of triangle PQR equal to 2 into perimeter of triangle ABC equal to 20 cm. One side equal to 20 by 3. Area of triangle PQR equal to A equal to root 3 by 4 A square equal to root 3 by 4 20 by 3 square equal to 100 by 3 root 3 centimeter square. Question 6. What is the relation between the area of triangle ABC and triangle PQR? Answer. Area of triangle ABC equal to A equal to root 3 by 4 A square equal to root 3 by 4 10 by 3 square equal to 25 by 3 root 3 centimeter square. Area of triangle PQR is 4 times of the area of triangle ABC.